നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓട്ടപ്രദർശനത്തിൽ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒരു വിഷയം അത് TMCയുമായി ബന്ധപ്പെട്ടതാണ്. TMCയുടെ റിബൽ MPമാരെല്ലാവരും കൂടി ചേർന്ന് 20ഓളം MPമാർ ഇതാ NDAയിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ് അതിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. മറ്റൊരു കാര്യം പത്മകുമാറിൻ്റെ ഇപ്പോഴുള്ള വെളിപ്പെടുത്തലാണ്. അത് തീർച്ചയായും ഒരു മുഖവുര മാത്രമാണ്. താൻ പറയാൻ പോകുന്ന കാര്യം ഇതല്ല, ഇതിന് മുകളിലുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തൽ മാത്രമാണ്. അതായത് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നാണ് അദ്ദേഹം മുഖവുരയായി പറഞ്ഞത്. ഇതിനും അപ്പുറമുള്ള കാര്യം തൻ്റെ ഉള്ളിലുണ്ട് എന്ന പാർട്ടിക്ക് നേരെയുള്ള ഒരു ഭീഷണിപ്പെടുത്തലാണ്. അതായത് പാർട്ടിയുടെ ജില്ലാ ഘടകം എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം പത്മകുമാറിനെതിരെ എടുത്താൽ പത്മകുമാർ ഇതിന് മുന്നേ സംസാരിച്ചതുപോലെ ഏറ്റവും ദൈവതുല്യനായിട്ടുള്ള ഒരാളെ അദ്ദേഹം വീണ്ടും ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരും. അദ്ദേഹത്തിന് ഇപ്പോഴുള്ള കേസുകൾ പോലെ ആയിരിക്കില്ല. ആ ദൈവതുല്യനായ ആൾ കപ്പിത്താൻ എന്നതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതായത് കാരണഭൂതനാണ് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിൽ അദ്ദേഹം കാരണഭൂതൻ ആണ് എങ്കിൽ ഇപ്പോൾ മകൾക്കുണ്ടായ കേസുകൾ പോലെ ആയിരിക്കില്ല. കേരളത്തിലെ ജനം ഒന്നടങ്കം ഇളകി വന്ന് അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം എത്തും. അത് ഒരു പക്ഷേ പാർട്ടിക്കാർക്ക് പോലും ഈ ക്യാപ്സ്യൂളുകൾക്ക് പോലും അദ്ദേഹത്തെ പിടിച്ചു നിർത്തുവാനോ രക്ഷിക്കുവാനോ കഴിയില്ല. അത്ര മാരകമായ പരിക്കായിരിക്കും കേരളത്തിലെ ജനത അദ്ദേഹത്തിൻ്റെ മേൽ ഏൽപ്പിക്കുക എന്നത് സുനിശ്ചിതമാണ്. അതാണ് ഇത് ഓട്ടപ്രദർശനത്തിൽ മറ്റൊരു വിഷയം. TMCയുടെ വിഷയം എടുത്താൽ TMCയിലെ പ്രധാനമായും ഉള്ള പ്രശ്നം ഇപ്പോൾ 20 MPമാർ പോകുന്നതോടുകൂടി TMCയും ഇന്ത്യ മുന്നണിയും വെട്ടിലാകുന്നത് മാത്രമല്ല, ഈ MPമാർ പോകുന്നതോടുകൂടി BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാസ്സാക്കേണ്ട എല്ലാ ബില്ലുകളും പാസ്സാകും എന്നുള്ളതാണ്, എല്ലാ നിയമങ്ങളും പാസ്സാകും എന്നതാണ്. പ്രത്യേകിച്ചും വനിതാ സംവരണത്തെ പിൻകുത്തുകുത്തിയ ഇന്ത്യ മുന്നണിയുടെ നടപടിക്കെതിരെ അടുത്ത ഒരു ബിൽ അത് നിയമമായി മാറും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിയമമായി പരിവർത്തനം ചെയ്യപ്പെടും എന്നതാണ്. അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടവും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു 10-30 വർഷത്തേക്കും കൂടി പാർലമെൻറ്റിലേക്ക് നോക്കുവാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും അതോടുകൂടി സംജാതമാകുന്നത്. വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് വികസന പ്രവർത്തനങ്ങളിലേക്ക് ഭാരതം യാത്ര ചെയ്യുകയും ലോകത്തിന് മുന്നിൽ ഒരു വലിയ അത്ഭുതമായി മാറുകയും ഭാരതം സമ്പന്നമാകുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഇത് വിലയിരുത്തും. ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ ഇന്ത്യ മുന്നണിയെ അങ്ങോട്ടേക്ക് അടുപ്പിക്കുകയില്ല. ഇപ്പോൾ തന്നെ കാശ്മീരിലുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം അവിടുത്തെ ആക്ടിവിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നു ഭാരതമാണ് ശരി, നരേന്ദ്രമോദിയാണ് ശരി എന്നുള്ളതാണ്. POKയിൽ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയും ചെയ്യുന്നു. POKയിലെ അവാമി ജോയിൻറ്റ് കമ്മിറ്റിക്ക് നേരെ നടത്തുന്ന പട്ടാളത്തിൻ്റെ വെടിവയ്പ് സാധാരണക്കാരായിട്ടുള്ള നിരവധിയായിട്ടുള്ള മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. അതെല്ലാം കണ്ടതോടുകൂടി തീർച്ചയായും അവർ വിലയിരുത്തി കഴിഞ്ഞു കാശ്മീരിലെ ജനത ഒന്നടങ്കം ഇന്ന് NDAയ്ക്കൊപ്പമാണ്. അങ്ങനെ തീർച്ചയായും ഭാരതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും NDAയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇനി ഇന്ത്യ മുന്നണിക്ക് പാർലമെൻറ്റിലേക്ക് ഒന്ന് എത്തി നോക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യം തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ പത്മകുമാറിൻ്റെ ഒരു വിഷയം എടുത്താൽ പത്മകുമാർ വിശ്വസ്തനല്ല. പത്മകുമാർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ തൊണ്ട തൊടാതെ വിഴുങ്ങുവാനും പറ്റില്ല. പക്ഷേ പത്മകുമാർ ഇപ്പോൾ എടുത്ത ചില കാര്യങ്ങൾ നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടിയുണ്ട്. അത് പ്രത്യേകിച്ചും കാരണഭൂതൻ്റെ കാര്യത്തിൽ പാർട്ടി അടിമുടി വെട്ടിലായിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി എന്തെങ്കിലും തരത്തിലൊരു തീരുമാനം പത്മകുമാറിന് നേരെ എടുത്താൽ തീർച്ചയായും പത്മകുമാർ ഇക്കാര്യം തുറന്നു പറയുക തന്നെ ചെയ്യും. അത് പാർട്ടിക്കുണ്ടാക്കുന്ന ക്ഷീണം PB മെമ്പർ ഈ രീതിയിൽ തരം താണു എന്നറിഞ്ഞാൽ ജനം ഒരിക്കലും ക്ഷമിക്കില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്കും പിന്നീട് നേരത്തെ ഇന്ത്യ മുന്നണിയുടെ കാര്യം പറഞ്ഞതുപോലെ കേരളത്തിൽ ഇനിയൊരു തവണ ഈ കനൽത്തരിക്ക് കയറി വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പാർട്ടിക്കുണ്ടാകുന്ന ക്ഷീണം ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചതുപോലെ പോലും അല്ല, കേരളത്തിൽ ഉണ്ടാക്കുന്ന ക്ഷീണം അടിമുടി താളം തെറ്റിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇനി ഒരിക്കലും ഭാരതത്തിൽ ഒരിടത്തും അധികാരത്തിൽ വരും. ഇപ്പോൾ തന്നെ കേരളത്തിൽ വളരെ
വളരെ ശക്തമായൊരു സ്വാധീനമാണ് ഇപ്പോഴും ഇടതുപക്ഷം. ആ സ്വാധീനം കൂടി അസ്ഥാനത്താകുന്നതോടുകൂടി, ഇല്ലാതാകുന്നതോടുകൂടി ഇടതുപക്ഷം പൂർണ്ണമായും കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടും. 2031 NDAയുടെ വരവിന് കൂടുതൽ നല്ല രീതിയിലൊരു വഴി അത് ഒരുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ ചാഞ്ചാട്ടം, വലിയ ഒരു തകർച്ച തന്നെയായിരിക്കും. ഇനി അത് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ അത് ഇടതുപക്ഷത്തെ തിരിഞ്ഞു കുത്തുക തന്നെ ചെയ്യും. എന്തായാലും സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കാരണഭൂതൻ ഇതിനകത്തുണ്ട് എങ്കിൽ തീർച്ചയായും ഉടനടി തന്നെ അദ്ദേഹം പുറത്തേക്ക് ചാടേണ്ടി വരും. ED ഒരിക്കൽ കൂടി കേരളത്തിൽ വരേണ്ടി വരും. ഏത് പ്രക്ഷോഭങ്ങൾ നിങ്ങൾ സംഘടിപ്പിച്ചാലും, എത്ര തന്നെ ആക്രമണങ്ങളോ ചീമിട്ടയോ എറിഞ്ഞാലും തീർച്ചയായും ED പൊക്കും എന്ന് പറഞ്ഞാൽ പൊക്കിയിരിക്കും. പിന്നെ അകത്തൊരു ഫാമിലി സെൽ തുടങ്ങുന്ന ഒരു രീതിയിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഇളക്കി വിടാമെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും പിണറായി വിജയന് അതിൽ നിന്ന് രക്ഷപ്പെടുവാനേ കഴിയില്ല. എന്തായാലും പത്മകുമാറിന് അങ്ങനെയൊന്നും തോന്നിക്കാതിരിക്കുവാനായിട്ട് ക്യാപ്സ്യൂൾ കൊടുക്കുന്ന നേതാക്കന്മാർ ഒന്ന് കരുതിയിരുന്നാൽ കൊള്ളാം. അല്ലെങ്കിൽ പത്മകുമാറിന് നേരെ ഒരു ഇന്നോവ വിടാമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അത് കേരള സമൂഹത്തിന് കൃത്യമായി മനസ്സിലാകുക തന്നെ ചെയ്യും ആരാണ് ഇതിൻ്റെ പിന്നിൽ. ഇനി എത്ര തന്നെ കുലം കുത്തി എന്ന് അതിനുശേഷം പിന്നെ പറഞ്ഞാലും ജനം ഒന്നും കൈക്കൊള്ളുകയില്ല. ഇപ്പോൾ തന്നെ അടിമുടി നാണം കെട്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇനിയും നാണം കെട്ടുകഴിഞ്ഞാൽ പാർട്ടിക്ക് ഒരു കാരണവശാലും ചുമന്ന കൊടിയെന്നല്ല ഏത് കൊടി വെച്ചും നാണം മറയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഇടതുപക്ഷം എത്തിച്ചേരുക തന്നെ ചെയ്യും. പത്മകുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും മുഖവുര മാത്രമാണ്. ഇതിനുമപ്പുറം എന്തൊക്കെയോ പറയാനുണ്ട്. കാരണം പത്മകുമാർ എന്ന നേതാവിന് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങൾ കഴിഞ്ഞ 50ഓളം വർഷമായിട്ട് പാർട്ടിക്കൊപ്പം സഞ്ചരിക്കുന്ന ആൾ എന്ന നിലയിൽ പാർട്ടിയുടെ A to Z കാര്യങ്ങളും പത്മകുമാറിന് വളരെ വ്യക്തതയോടുകൂടി അറിയാം. പത്മകുമാർ ഒരു ഭക്തൻ ആണ് എന്നതിന് ആർക്കും തന്നെ സംശയമില്ല. പത്മകുമാറിന് എന്തൊക്കെ തന്നെ പോരായ്മകൾ ഉണ്ടായാലും അദ്ദേഹം ഒരു ഭക്തനാണ് എന്നതിനെ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ ചിലപ്പോൾ ചെന്ന് കൊള്ളുന്നത് മറ്റു പല ആൾക്കാർക്കുമായിരിക്കും. എന്തായാലും കണ്ണൂരിൽ ഇളകി വരാൻ സാധിക്കാത്ത പാർട്ടി, കണ്ണൂരിൽ പോലും അവിടെ വലിയ കോട്ടയ്ക്കകത്ത് പോലും TK ഗോവിന്ദനൊക്കെ കുഞ്ഞികൃഷ്ണനൊക്കെ മുന്നോട്ട് വച്ച ചില ആശയങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് കഴിയാത്ത പാർട്ടി എന്തായാലും പത്മകുമാറിൻ്റെ മുന്നിൽ അടിയറവ് പറയുക തന്നെ ചെയ്യേണ്ടി വരും. കാര്യങ്ങൾ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും പാർട്ടി ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാകും. പ്രത്യേകിച്ചും പത്മകുമാറിൻ്റെ കാര്യത്തിൽ ഇനി കൂടുതൽ വെട്ടിലാക്കുവാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. ഇപ്പോൾ തന്നെ കോംപ്രമൈസ് യോഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകണം. അത്ര രീതിയിലാണ്, അത്ര ഷാർപ്പാണ് പാർട്ടി ഇപ്പോൾ ഈ കാര്യത്തിൽ. കാരണം ഇനി ഒരു പതർച്ചയുണ്ടായാൽ തീർച്ചയായും അത് കേരളത്തിൽ നിന്നുള്ള പൂർണ്ണമായ വൈപ്പൗട്ടിലേക്കായിരിക്കും കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത്. TMC ഇപ്പോൾ ബംഗാളിൽ വൈപ്പൗട്ട് സാഹചര്യം നേരിടുന്നത് പോലെ TMCക്ക് ബംഗാളിൽ ഉണ്ടാകുന്ന ഭീഷണി അതിരുകളില്ലാത്ത ഭീഷണിയാണ്. TMCയുടെ MPമാർ പോകുന്നു, MLAമാർ പോകുന്നു. ഒരൊറ്റ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തോടുകൂടി TMC പൂർണ്ണമായും പശ്ചിമ ബംഗാളിൽ നിന്ന് പോകുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അവിടെ കൊലപാതകങ്ങളും മയക്കുമരുന്ന് വ്യാപാരങ്ങളും അതോടൊപ്പം തന്നെ ഗുണ്ട ആക്രമണങ്ങളും ഭീകരവാദ പ്രവർത്തനങ്ങളും ഒക്കെ ആയി കഴിഞ്ഞിരുന്ന TMCയുടെ നേതാക്കന്മാരെല്ലാവരും തന്നെ ജയിലറയ്ക്കുള്ളിലായി കഴിഞ്ഞു. പശ്ചിമ ബംഗാൾ ഒരു വികസനത്തിൻ്റെ പാതയിലാണ്. ആ ഒരു വികസന നയത്തിലൂടെ പശ്ചിമ ബംഗാൾ ജനതയുടെ യഥാർത്ഥ രീതിയിലുള്ള ഒരു പിന്തുണയ്ക്ക് സുവേന്ദു അധികാരി പാത്രീഭൂതനായപ്പോൾ ഇതാ TMCയുടെ നേതാക്കന്മാർക്ക് കഷ്ടകാലം ഒഴിയുന്നില്ല എന്നൊരവസ്ഥയാണ് ബംഗാളിൽ ഉണ്ടാകുന്നത്. ഈ കഷ്ടകാലത്തിൽ നിന്ന് വീണ്ടും കഷ്ടകാലത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴുണ്ട്. JMBയുടെയൊക്കെ ജമാഅത്തുൽ മുജാഹിദിൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടി കഴിഞ്ഞ 15 വർഷക്കാലം പശ്ചിമ ബംഗാൾ ഭരിച്ച മമത ഇപ്പോൾ പൂർണ്ണമായും അടിത്തറ ഇളകിയ മട്ടാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് പോലും നിരവധിയായിട്ടുള്ള ബംഗ്ലാദേശികളെയൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്, അവരെയൊക്കെ അകത്താക്കുന്നുണ്ട്. എങ്കിലും തീർച്ചയായിട്ടും TMC അത് കൂടി കണ്ടുകൊണ്ട് TMC പതനത്തിലേക്കാണ് എന്നതാണ് നമുക്ക് സുനിശ്ചിതമായ ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ പതനവും ഇതാ ആസന്നമായിരിക്കുന്നു. 2 പതനങ്ങളാണ് ഓട്ടപ്രദർശനത്തിൽ ഇത്തവണ പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.